ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അതെ, ഇരുട്ടുന്നതിന് മുമ്പ് വേഗം വീട്ടിലെത്തിയേക്കണം. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ നേരം ആര് പതിയെ ശബ്ദം കടുപ്പിച്ച് ആജ്ഞം പോലെ മഹിയോട് പറഞ്ഞു. സൂര്യക്കൊപ്പം കാറിലേക്ക് കയറിപ്പോയതും ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ മഹി നിന്നു. പോയി അപ്പൊ പോവാം മഹി, ഇരുട്ടതിന് മുമ്പ് വീടെത്താനുള്ളതാ. ആദ്യം ബിജുവും മഹിയെ നോക്കി കളിയാക്കി അവനെയും കൂട്ടി അവിടുന്ന് നടന്നു. അവനെ ആയിഷനെ ഞാൻ വെറുതെ വിടില്ല, കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. അവൻ വലിയൊരു പോലീസ് വന്നിരിക്കുന്നു. മെല്ലിലിരിക്കുന്നതിനിടയിൽ ആയിഷ തന്നെ സെല്ലിട്ട് തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കൈകൾ കൂട്ടിത്തിരുമ്പി ദേഷ്യത്തിൽ മഹി പറഞ്ഞു. ഇത്രയും ദിവസം ആയിഷയെ ഓഫീസിൽ പോക്ക് നിർത്തണമെന്നായിരുന്നു, ഇപ്പൊ ആയിഷനുള്ളതായോ? മഹിയെ നോക്കി താലിക്ക് കൈ കൊടുത്തുകൊണ്ട് ഇജ്ജി ചോദിച്ചു. അവൻ കുറേയായി എനിക്കിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പോരാത്തതിന് അവൻ ആയിഷയുടെ മേലൊരു കണ്ണുണ്ട്. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, അപ്പൊ അവന്റെ കൊമ്പ് ഞാൻ ഒടിക്കും. മഹി ആയിഷനോട് പല്ല് കടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. അതൊക്കെ നമുക്ക് വഴിയെ നോക്കടാ മഹി, ഇപ്പൊ നീ വീട്ടിൽ പോകാൻ നോക്ക്, ഇല്ലെങ്കിലേ നിന്റെ കൊമ്പ് അവളൊടിക്കും. ആദ്യം പറഞ്ഞത് കേട്ടതും മഹി അവനൊന്ന് കണ്ണിരിട്ടി നോക്കി തന്റെ ബൈക്കും എടുത്ത് വേഗം കോവിലകത്തേക്ക് പോയി. കോവിലകത്തെത്തിയ മഹി താഴെ എവിടെയും ആരുവിനെ കാണാതെ വന്നതും ഉടനെ തന്നെ വേഗം മുകളിലേക്ക് പടികൾ കയറി. മഹി റൂമിലെത്തുമ്പോൾ കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിന്നും നനഞ്ഞ മുടി തുവർത്തുന്ന ആരുവിനെയാണ്. ദൈവമേ, ഭദ്രകാളി കലിപ്പിലാണോ എന്തോ? മഹി മനസ്സിൽ പറഞ്ഞ് വാതിലടച്ച് ഉള്ളിലേക്ക് കയറിയതും ആര് തിരിഞ്ഞു നോക്കിയതും ഒപ്പമായിരുന്നു. എങ്ങോട്ടവിടെ ചെകുത്താനെ പോയിരുന്നത്? നിൽക്കവിടെ. ആര് കയ്യിലുള്ള ടവല് ബെഡിലേക്ക് എറിഞ്ഞ് ദേഷ്യത്തിൽ പറഞ്ഞതും മഹി സിച്ചിട്ടതുപോലെ നിന്നു. ആരുഷി മോളെ. ആരുവിന്റെ ഭാവം കണ്ട് മഹി അവളെ തണുപ്പിക്കാനായി വിളിച്ചു. എന്താ ഒലിപ്പിരി, മിണ്ടരുത് നിങ്ങള്, തെമ്മടി. നിങ്ങൾ ആരാണ് നിങ്ങളുടെ വിചാരം? ആര് ദേഷ്യത്തിൽ മഹിക്കരികിലേക്ക് വന്ന് അവന്റെ ചെവി പിടിച്ച് തിരിച്ചു. ആരുഷി വിട്, വേദനിക്കുന്നു. വേദന കാരണം മഹി നിന്നിടുന്ന തുള്ളിക്കൊണ്ട് അലറി. വേദനിക്കാൻ തന്നെയാ പിടിച്ചത്, മിണ്ടാതെ വാടിച്ച് നിന്നോളണം. ആരും ഒന്നുകൂടെ അവന്റെ ചെവിയിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞതും മഹി വേദന സഹിച്ച് പിടിച്ച് വാ പൂട്ടി നിന്നു. നിങ്ങൾ എന്തൊക്കെയാ ഈ കാണിച്ചു കൂടുന്നത് മഹിയേട്ട? എന്തിനാ അവരെ അടിച്ചിട്ടത്? ഒരാളിപ്പോഴും ഐസിയുല. മഹിയുടെ ചെവിയിൽ പിടിവിടാതെ തന്നെ ആരും അവനോട് പറഞ്ഞു. ഞാനല്ല, അവരാ പ്രശ്നത്തിന് ഇങ്ങോട്ട് വന്നത്. മഹി തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും ആരവൻ പറഞ്ഞത് കേട്ട് അവന്റെ ചെവി നന്നായി നാമത്തിൽ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ തിരിച്ച് പ്രശ്നത്തിന് പോകാതെ വരണമായിരുന്നു, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. അച്ഛനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വന്നിരുന്നു. ഇത്രയും പ്രായമായില്ലേ, ഇനി എന്നാ മഹിയേട്ട നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും വരിക? ഇത്രയും കാലം ഞാനിതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് നടന്നത് എന്നെങ്കിലും നിങ്ങൾ നന്നാവെന്ന് കരുതിയ. ഇനി എനിക്കിതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. മഹിയുടെ ചെവിയിലെ പിടിവിട്ട് അവനെ ദേഹിച്ചു നോക്കിക്കൊണ്ട് ആരും ഉറഞ്ഞു തുള്ളി. പിന്നെയും അവൾ നന്നായി അവനെ ശകാരിക്കാൻ തുടങ്ങി. മഹി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നല്ല കുട്ടിയായി അവളുടെ മുന്നിൽ നിന്നു. ഈ ഇതുപോലൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് സത്യം ചെയ്യേ. ആരും മഹിയുടെ അരികിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞതും മഹി അന്തം വിട്ട് അവളെ നോക്കി. എന്താ അന്തം വിട്ട് നിൽക്കുന്നത്? ഇനി അടിപിടി ഒന്നും ഉണ്ടാക്കില്ല, ആരെയും മടിക്കുകയില്ലെന്ന് സത്യം ചെയ്യാൻ. മഹിയുടെ നിൽപ്പ് കണ്ട് കണ്ണു കൂർപ്പിച്ചുകൊണ്ട് ആരും പറഞ്ഞു. ഇല്ല, ഞാൻ ചെയ്യത്തില്ല. ഉറപ്പാണോ? ആരും മഹി പറഞ്ഞത് കേട്ട് എളിയിൽ കൈകുത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉറപ്പാ, ഞാൻ ചെയ്യത്തില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഒരു ബന്ധമല്ല. ഇനി ആയിഷയ്ക്ക് ഇന്ന് വിളിച്ച് എന്നെ ഒട്ടാൻ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇനി മുതൽ ഞാൻ സീതമ്മയുടെ കൂടെ കിടന്നോളാം. ആര് പറഞ്ഞത് കേട്ട് മഹിയുടെ മുഖം വിരുണ്ടു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അനുസരിക്കാൻ വയ്യല്ലോ. ഇനി ഞാൻ ഈ റൂമിലേക്ക് പോലും വരില്ല. അതും പറഞ്ഞ് ആര് ഇറങ്ങിപ്പോകാൻ നിന്നതും മഹി അവളെ തടഞ്ഞു നിർത്തി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ സത്യം ചെയ്താൽ പോരെ? ഞാൻ ചെയ്തോളാം. അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഒന്നും ആരും സ്വന്തം സ്വഭാവം മാറ്റണ്ട. ആര് പറഞ്ഞതും മഹി അവളൊന്ന് കൂർപ്പിച്ച് നോക്കി തന്റെ വലത് കൈ എടുത്ത് അവളുടെ തലയിൽ വെച്ചു. ഞാൻ ഇനി ആരുമായിട്ടും വെറുതെ അടിയുണ്ടാക്കാൻ പോകില്ല. എന്റെ ആരുഷിയാണ് സത്യം, 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 സത്യം. മതി, ഇനി വാക്ക് ധരിച്ച എന്റെ തലയായിരിക്കും പൊട്ടിപ്പോവുക, മനസ്സിലായോ? തന്റെ തലയിൽ നിന്നും മഹിയുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് ആര് പറഞ്ഞതും മഹി മുഖം വീർപ്പിച്ചൊന്നും മൂളിയതും അവന്റെ കവിളിലൊന്ന് പിച്ചി ആര് താഴേക്ക് പോയി. മഹി ദേഷ്യത്തിൽ തന്റെ കയ്യിലെ ഫോണ് ബെഡിലേക്ക് എറിഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കാൻ ആര് വിളിച്ചതും മഹി വന്നെങ്കിലും ആരെയും നോക്കാതെ ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോയിരുന്നു. എന്തു പറ്റി അവന്? ദേഷ്യത്തിൽ കല്ലിച്ചതുപോലെ വീർത്തിരിക്കുന്ന മഹിയുടെ മുഖം കണ്ട് സൂര്യ സംശയത്തിൽ ആരുവിനോട് തിരക്കി.
ഒന്നുമില്ല അച്ഛാ, വെറുതെ. സൂര്യയെ നോക്കി കണ്ണിറുക്കി ചിരിച്ച് ആര് പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി. ആര് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യാൻ സഹായിച്ച് അടുക്കളയിലേക്ക് റൂമിലേക്ക് വരുമ്പോൾ മഹി കിടന്നിരുന്നു. ബെഡിൽ മുഖവും വെറുപ്പിച്ച് ഫോൺ നോക്കി കിടക്കുന്ന മഹിയെ കണ്ടതും ആര് ബെഡിൽ അവൻ അരികിലായി വന്നിരുന്നു. എന്തിനാ മഹിയേട്ട ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചത്? എന്നോട് പിണക്കാണോ? മഹിയോട് ചേർന്നിരുന്ന ആര് ചോദിച്ചു. മാഹിയേട്ട, ആരവന്റെ കാവളിൽ തലോടിക്കൊണ്ട് വിളിച്ചു. ഓടി. മഹി ദേഷ്യത്തിൽ ആരവിന്റെ കൈകൾ തട്ടിമാറ്റിയതും ആരവന്റെ കയ്യിൽ നിന്നും ഫോണ് മാറ്റി വെച്ച് അവന്റെ കൈ ലോക്കാക്കി മഹിയുടെ മേലേക്ക് ചാരിക്കിടന്നു. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ. മഹിയുടെ മുഖം പിടിച്ച് വലിച്ചീരി സൈഡിലേക്ക് മാറ്റി അവന്റെ കവളിലെല്ലാം ചുംബിച്ചുകൊണ്ട് ആര് പാടിയതും മഹിയുടെ ഏറുപിടുത്തൊക്കെ പോയി മഹി ചിരിച്ചു പോയി. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പിണക്കൊക്കെ. മഹിയുടെ ചിരി കണ്ട ആരു അത് പറഞ്ഞ് എണീറ്റ് പോകാൻ നിന്നതും അതിനു മുമ്പായി മഹി അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു. എന്താ ഇത്? വിട്ടേ, ഞാൻ വേർതിരിക്കാം, പോയി മേല് കഴുകട്ടെ. തന്റെ ദേഹത്തേക്ക് അമർന്ന മഹിയെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടി, ചുമ്മാ കിടന്ന് എന്നോരോ പാട്ടും പാടി ഉമ്മയെ വെച്ച് പ്രലോഭിച്ചിട്ട് ഇപ്പൊ അവൾ പറയുന്നത് കേട്ടില്ലേ? ആരുവിനെ കിളിയിട്ടുകൊണ്ട് മഹി പറഞ്ഞതും ആര് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഹിയെ അള്ളിയെ പിടിച്ചു. എന്നെ ഇപ്പൊ ഫ്രഷാകാൻ നിങ്ങൾ സമ്മതിക്കില്ല, ആലടച്ചേക്ക് താനെ. തന്നെ നോക്കി നിൽക്കുന്ന മഹിയുടെ കഴുത്തിലൂടെ കൈ ചൂറ്റി അവനെ മൂക്കിൻ തുമ്പിൽ കടിച്ചുകൊണ്ട് ആര് ചോദിച്ചതും അതിന് മറുപടിയായി അവളുടെ ആദരങ്ങൾ വായിലാക്കി നുണയാൻ തുടങ്ങിയിരുന്നു. ദീർഘമായ ചുംബനം. പരസ്പരം വരിഞ്ഞു മുറുകി ഇവരും ആവേശത്തോട് ആദരങ്ങളിൽ തേൻ രുചിച്ചു. ചുംബനം മുറുകുന്നതിനോടൊപ്പം മഹിയുടെ കൈകൾ ആരുവിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കഴിയും തോറും പതിയെ തുടങ്ങിയ ചുംബനം വന്യമായി മുന്നേറിക്കൊണ്ടിരുന്നു. ഇടയ്ക്കും മഹി നാവ് കൊണ്ട് ആരുവിന് നാവിനെ ചുഴറ്റി വലിച്ചതും ആര് കുറുകലോടെ നാട് വളച്ച് വിരൽ കുത്തി ഒന്ന് ബെഡിൽ ഉയർന്നു പോത് മഹിയെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും മഹി ആരുവിന്റെ അതരങ്ങളെ മോചിപ്പിച്ച് ആരുവിൽ നിന്നും മടന്നു മാറി. ഏതൂട്ടാ? തന്റെ ദേഹത്തിൽ നിന്ന് മറന്നു മാറാൻ ഒരുങ്ങിയ മഹിയെ വീണ്ടും തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് വികാരത്തലസിയോട് ആര് പതിയെ വിളിച്ചതും അത് മതിയായിരുന്നു മഹിയുടെ നിയന്ത്രണം മുഴുവൻ കളയാൻ. പിടിവിട്ടവനെ പോലെ മഹി ആരുവിലേക്ക് അമർന്നു. അവളുടെ കഴുത്തിലേക്ക് മുഖം മൂഴ്ത്തി ആരുവിന്റെ വിയർപ്പിന്റെ ഗന്ധം തന്നിലേക്ക് ആവായിച്ച് അവിടെയെല്ലാം ചുണ്ടുകൾ ചേർത്ത് ആ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുക്കാൻ തുടങ്ങിയതും ആരുവിന്റെ കണ്ണുകൾ അവനിൽ ആണയെ കൂമ്പിയടഞ്ഞു. ഭ്രാന്തമായ ആവേശത്തോടെ മഹിയുടെ ചുണ്ടുകൾ ആരുവിലാകെ ഒഴുകി നടക്കാൻ തുടങ്ങി. കൈകൾ അവളിൽ നിന്നും അവൾ ധരിച്ച വസ്ത്രങ്ങൾ അടർത്തി മാറ്റി. സമയം കടന്നു പോകും തോറും ഇരുവരും പൂർണ്ണ നഗ്നരായി. മഹിയുടെ കുറുമ്പുകൾ സഹിക്കവയ്യാതെ ആരുവിന്റെ ആദരങ്ങൾ അവന്റെ പേര് മൊഴിഞ്ഞു. അതെല്ലാം മഹിയുടെ ആവേശം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. എത്രയറിഞ്ഞിട്ടും മതിയാവാത്ത പോലെ മഹി വീണ്ടും ആരുവിൽ പടർന്നു കയറി. തളർന്നിട്ടും പിന്മാറാൻ ഇരുവരും ഒരുക്കമല്ലായിരുന്നു. ഒടുക്കം തളർന്നു വാടി പിന്മാറുമ്പോൾ പുലർവട്ടം ജനവാതിലൂടെ അവർ റൂമിലേക്ക് വീശിയെടുക്കാൻ തുടങ്ങിയിരുന്നു. രാവിലെ ആദ്യം എഴുന്നേറ്റത് ആരുവായിരുന്നു. തന്റെ മാറിൽ മുഖം പൂഴ്ത്തി തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന മഹിയെ പതിയെ ഉണർത്താതെ ആരു ബെഡിൽ എണീറ്റിരുന്നതും അവളുടെ ദേഹമൊക്കെ വല്ലാതെ വേദനിക്കും പോലെ തോന്നി. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ പുതപ്പ് ചുറ്റി എണീറ്റ് താഴെ ചിതറിക്കിടക്കുന്ന ഡ്രസ്സെല്ലാം പിന്നിലേക്ക് ഇട്ടു. സമയം 8 കഴിഞ്ഞത് കണ്ടതും വേഗം കുളിച്ചു മാറ്റി ഇടാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് നടന്നു. കുളിക്കുമ്പോൾ വെള്ളം തട്ടി ദേഹത്ത് അവിടെ എവിടേക്കായി ആരുവിന് നീറ്റൽ തോന്നിയതും പുഞ്ചിരിയോടെ വേഗം കുളിച്ചു മാറ്റി അവൾ താഴേക്ക് പോയി. ആര് താഴേക്ക് വരുമ്പോൾ കാണുന്നത് ഡൈനിങ് ടേബിളിലേക്ക് തലവെച്ച് എന്തോ ആലോചിച്ചിരിക്കുന്ന ഇന്ദുവിനെയാണ്. അമ്മയ്ക്ക് എന്തു പറ്റി? ആര് ഇന്ദുവിന് അരികിൽ വന്ന് ഇന്ദുവിന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. മുഖം അമർത്തി തുടച്ച് ആരുവിനെ നോക്കാതെ എന്തു പറഞ്ഞു. കള്ളം, എന്താണെങ്കിലും കാര്യം പറമേ. ആര് ഇന്ദുവിനെ നിർബന്ധിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ശബ്ദം കടുപ്പിച്ച് അത്രമാത്രം പറഞ്ഞു പോയതും ആരുവിന്റെ മുഖം പാടി. മോള് വിഷമിക്കണ്ട. എന്തു പറഞ്ഞത് കേട്ട് അങ്ങോട്ട് വന്ന് സീത ആരുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ ഇങ്ങനെയൊന്നും പറയാത്തതല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കേട്ടപ്പോ ഒരു വിഷമം. നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് ആരു പറഞ്ഞു. അത് മോൾ അവളുടെ യഥാർത്ഥ മുഖം കാണാത്തത് കൊണ്ടാ. ഇന്ദു നമ്മൾ വിചാരിക്കും പോലെ അല്ല, എല്ലാം അവളുടെ അഭിനയ മോളെ. നിർവികാരതയോടെ സീത പറഞ്ഞത് കേട്ട് ആരു സംശയത്തിൽ അവർ നോക്കി. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ആർക്കും പറ്റില്ല വിശ്വസിക്കാൻ. യാമിനിയേക്കാൾ മുമ്പ് സൂര്യയെ പ്രണയിച്ചത് ഇന്ദുവായിരുന്നു. തനിക്ക് കിട്ടേണ്ട സൂര്യയെ യാമിനി തട്ടിയെടുത്ത ദേഷ്യായി ഇന്ദുവിൻ്റെ ഉള്ളിൽ. ഇന്ദുവിൻ്റെ ഭർത്താവിൻ്റെ മരണം വെറും ഒരു ആക്സിഡന്റ് മാത്രമല്ല മോളെ, അതിൻ്റെ പിന്നിൽ ബുദ്ധി അവളുടേതാണ്. അവളുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയതുപോലെ തന്നെ അതിവിദഗ്ധമായി തന്നെയാ അവൾ യാമിനിയെയും ഇല്ലാതാക്കിയത്.
ഇതെല്ലാം അറിയുന്ന എനിക്ക് സത്യം വിളിച്ചു പറയാമായിരുന്നു. പക്ഷേ ഞാനൊരു ഭ്രാന്തിയാണ് മോളെ. ഒരു ഭ്രാന്തി പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല. വേദന കലർന്ന ചിരിയോടെ സീത പറഞ്ഞത് കേട്ട് ആരും ഞെട്ടിത്തരിച്ചു നിന്നു. യാമിനി കൂടെ പോയതും അവൾക്കെല്ലാം എളുപ്പമായി. പതിയെ മഹിമോനെ സോപ്പിട്ട് അവളുടെ കയറിപ്പറ്റി. പിന്നെ ഞങ്ങളുടെ അമ്മയെ പറഞ്ഞ മയക്ക് സൂര്യയുടെ ജീവിതത്തിലെത്തി. അവൾ ഒറ്റൊരുത്തിയ എൻ്റെ സൂര്യയിൽ നിന്നും മഹിക്കുട്ടിനെ അകറ്റിയത്. അവൻ നശിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. യാമിനിയെ മറന്ന് സൂര്യക്ക് ഇതുവരെ ഇന്ദുവിനെ ഭാര്യയായി സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല മോളെ. അതിൻ്റെ ദേഷ്യവും പകയും അവളിലുണ്ട്. ഇന്ദുവിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ കോവിലകത്തിൻ്റെ നാശ. എൻ്റെ മോൾ അതിന് സമ്മതിക്കരുത്. എല്ലാം വിശ്വസിച്ച് പറയാൻ എനിക്ക് മോള് മാത്രമേ ഉള്ളൂ. അത്രമാത്രം പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ നെര്യതിൻ്റെ തലപ്പിലൊപ്പിക്കൊണ്ട് സീത അവിടുന്ന് പോയതും കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ആര് നിന്നു. സീത പറഞ്ഞതൊക്കെ തന്നെ ശ്വാസം വെട്ടിക്കാൻ തുടങ്ങിയതും ആര് വേഗം മഹിക്കരികിലേക്ക് നടന്നു.